കണ്ണൂർ ജില്ലയുടെ മലയോര മേഖലയായ ഇരിട്ടി. ഇരിട്ടി പുഴയുടെ ഇരുകരകളിലും പിന്നെ മലയോരങ്ങളിലും വളർന്നു വന്നത് കുടിയേറ്റ കർഷകരുടെ കാർഷിക സംസ്കാരമാണ്. പ്രതികൂല കാലാവസ്ഥകളെയും വന്യമൃഗശല്യങ്ങളെയും മഹാമാരികളെയും അതിജീവിച്ച് നേടിയ മഹിത കാർഷിക സൗഭാഗ്യങ്ങളാണ് ഇക്കാണുന്ന കൃഷിയിടങ്ങൾ. ഹരിത സമൃദ്ധി. മലയോരങ്ങളിൽ കർഷകരുടെ അധ്വാനത്തിന്റെ വിജയകഥകളുടെ നേർക്കാഴ്ചകൾ ഏറെ ഉണ്ടെങ്കിലും അവർ നേരിടുന്ന പ്രതിസന്ധികൾക്ക് അറുതി വന്നിട്ടില്ല. കാടിറങ്ങി വരുന്ന വന്യമൃഗങ്ങളുടെ ശല്യം, അധ്വാനത്തിനനുസരിച്ച് കാർഷികോൽപ്പന്നങ്ങൾക്ക് ന്യായമായ വിലക്കിട്ടായ്മ, കാലാവസ്ഥാ വ്യതിയാനത്താൽ കൃഷിയുടെ താളം തെറ്റൽ എല്ലാം കർഷകർ അനുഭവിക്കുന്നു. ഇത്തരമൊരവസ്ഥയിലാണ് കണ്ണൂർ ജില്ലയിലെ മലയോര ഗ്രാമമായ പായം ഗ്രാമത്തിലെ കുന്നോത്ത് കേന്ദ്രീകരിച്ച് തലശ്ശേരി അതിരൂപതയുടെ നേതൃത്വത്തിൽ ആയിരക്കണക്കിന് കർഷകരെ ചേർത്ത് നിർത്തി ബയോ മൗണ്ടൻ ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി രൂപീകരിച്ചത്. ഈ കമ്പനി തലശ്ശേരി അതിരൂപത ആരംഭിക്കുന്നതിന് ചില അടിസ്ഥാനപരമായ കാരണങ്ങളുണ്ട്. ഈ മലയോരത്തെ കർഷകർ കഠിനാധ്വാനികളാണ്. ഈ പ്രദേശങ്ങളിലൊക്കെയും ക്യാൻസർ രോഗം ശക്തിപ്പെടുകയും അതിൻ്റെ കാരണമായിട്ട് പലപ്പോഴും കണ്ടെത്തിയിരിക്കുന്നത് വിഷലിപ്തമായ ഭക്ഷ്യവസ്തുക്കളുടെ ഉപയോഗമാണ് എന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞു. കർഷകരായ ഞങ്ങൾ ഒറ്റക്കെട്ടായി നിന്ന് ഈ പ്രതിസന്ധിയെ അതിജീവിക്കുക മാത്രമാണ് ഏക പരിഹാരം എന്ന് തിരിച്ചറിഞ്ഞു. അതിൻ്റെ ഫലമായിട്ട് കർഷകരുടേതായ വിവിധ ഗ്രൂപ്പുകൾ രൂപം കൊണ്ടു. നമുക്ക് നമ്മുടെ ഉൽപ്പാദക വസ്തുക്കളെ മൂല്യവർദ്ധിത വസ്തുക്കളാക്കി മാറ്റാൻ പറ്റും എന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞു. അപ്പോൾ കർഷകർ തന്നെ പറഞ്ഞു, നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന നല്ല വസ്തുക്കൾ നമ്മൾ വല്ലവർക്കും കയറ്റി അയച്ചിട്ട് നമ്മൾ എവിടെ നിന്നോ വരുന്ന വിഷലിപ്തമായത് കഴിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. അതിന് പരിഹാരം കാണാൻ ആദ്യമേ നമുക്ക് ഈ മസാലപ്പൊടികൾ നമ്മുടേതായ രീതിയിൽ മാലിന്യമില്ലാതെ ഉൽപ്പാദിപ്പിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്യുക. കർഷകരുടെ ആ ഒരു തീരുമാനത്തെയാണ് ഞങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിച്ചത്. അതാണ് ഇപ്പോൾ ഇവിടെ നിലവിൽ വന്നിട്ടുള്ള ബയോ മൗണ്ടൻ ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനിയുടെ ആദ്യ സംരംഭമായ കറി മസാലകളുടെ ഉൽപ്പാദനം എന്ന് പറയുന്നത്. പായം ഗ്രാമത്തിൽ ഹരിത ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ 10 ഏക്കറിൽ ഇൻഡസ്ട്രിയൽ പാർക്ക് ആരംഭിക്കുന്ന സ്ഥലത്താണ് ആദ്യ വ്യവസായ സംരംഭം എന്ന നിലയിൽ ബയോ മൗണ്ടൻ FPO കറി പൗഡറുകൾ ഉൽപ്പാദിപ്പിക്കുന്ന യൂണിറ്റ് ആരംഭിച്ചത്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളുടെ മലയോര മേഖലയിലെ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾ സംഭരിച്ച് ബയോ മൗണ്ടൻ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നു. ഒരു നവ കാർഷിക സംസ്കൃതി രൂപപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് കർഷകരുടെ കൂട്ടായ്മയായ ബയോ മൗണ്ടൻ അഥവാ ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനിക്ക് നമ്മൾ രൂപം കൊടുത്തിരിക്കുക. സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെ ഉദാരമായ സഹായത്തോടും സഹകരണത്തോടും കൂടിയാണ് ഈ ബയോ മൗണ്ടൻ ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക. ഒരു നവ കാർഷിക സംസ്കൃതിയിലൂടെ ഭക്ഷ്യ സ്വയം പര്യാപ്തത കൈവരിക്കുക, നല്ല വിത്തും വളവും നൽകിക്കൊണ്ട് കർഷകരുടെ നല്ല ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുവാൻ സഹായിക്കുക, അവരുൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ സമാഹരിച്ച് വിപണിയിലെത്തിക്കുക, ഈ ഉൽപ്പന്നങ്ങൾ മൂല്യവർദ്ധിത വസ്തുക്കളാക്കി മാറ്റുവാനുള്ള വേദികൾ ആരംഭിക്കുക. ഇപ്രകാരമുള്ള വിവിധങ്ങളായ ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ബയോ മൗണ്ടൻ അഥവാ ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി പ്രവർത്തിക്കുക. ബയോ മൗണ്ടൻ ഉദ്ഘാടനം തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനിയുടെ അധ്യക്ഷതയിൽ കേരള വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീ പി രാജീവാണ് നിർവഹിച്ചത്. മലയോര കർഷകരുടെ ഹൃദയശുദ്ധി പോലെ തന്നെ മായമില്ലാത്ത രുചിക്കൂട്ട ബയോ മൗണ്ടൻ ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് കമ്പനി അതിന്ന്
ഏറ്റവും നല്ല നിലയിൽ കർഷകരുടെ, പ്രത്യേകിച്ച് മലയോര കർഷകരുടെ ഒരു ആത്മഹർഷമായി വളർത്തിയെടുക്കാൻ കഴിഞ്ഞു എന്നത് സന്തോഷകരമായ കാര്യമാണ്. ഉൽപ്പന്നങ്ങൾ സമാഹരിച്ചുകൊണ്ടും വിതരണം ചെയ്തുകൊണ്ടും ഈ രംഗത്ത് ഒരു പുതിയ സംരംഭമായി, മലയോര മക്കളുടെ വിശുദ്ധിയുടെ സമർപ്പണമായി അതിനെ മാറ്റിയെടുക്കാൻ കഴിഞ്ഞ സുഹൃത്തുക്കളെ എല്ലാം തന്നെ അഭിനന്ദിക്കുകയാണ്. നിലവിൽ 5500-ലധികം കർഷകരും കാർഷിക അനുബന്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടവരും ബയോ മൗണ്ടൻ FPOയിൽ അംഗങ്ങളായിട്ടുണ്ട്. ഇത് ഒരു ജനകീയ കൂട്ടായ്മയാണ്. ഏതാണ്ട് 5500ഓളം മെമ്പർമാർ ഇന്ന് കമ്പനിയിൽ നാനാജാതി മതസ്ഥരായ അംഗങ്ങളായിട്ടുണ്ട്. അത് കമ്പനിയുടെ ഒരു ബലമാണ്. ഇവിടുത്തെ കർഷകരായ ആൾക്കാർ തന്നെയാണ് കൂടുതലും ഇതിൽ ജോലി ചെയ്യുന്ന, ജോലിക്കാരെ നിൽക്കുന്ന ആൾക്കാർ, സാധാരണക്കാരായ ആൾക്കാർ തന്നെയാണ്. കമ്പനി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. പക്ഷേ മലയോര മേഖലയിലെ ഈ കമ്പനി ബയോ മൗണ്ടൻ ഫാർമേഴ്സ് പ്രൊഡ്യൂസ് കമ്പനിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് കർഷകരായിരിക്കുന്ന മലയോര മേഖലയിലെ സാധാരണക്കാരുടെ കാർഷിക പ്രവർത്തനങ്ങളെ അല്ലെങ്കിൽ അവൻ്റെ കൃഷി രീതിയെ ലാഭകരമായ രീതിയിലേക്ക് മാറ്റിക്കൊണ്ടുവരിക എന്നുള്ളതാണ് അർത്ഥമാക്കുക. അതുപോലെ കർഷകരുടെ വിവിധമായ പ്രശ്നങ്ങളുണ്ട്. അവന് നല്ല അറിവ് കൊടുക്കുന്ന ക്ലാസ്സുകൾ, സർക്കാരിൻ്റെ സംവിധാനങ്ങൾ കൂടി ചേർന്നുകൊണ്ട് അവനെ സഹായിക്കുക. അപ്പോൾ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ നൽകുന്ന ഒത്തിരിയേറെ സാമ്പത്തിക സഹായങ്ങളുണ്ട്, സംരംഭകർക്ക് വേണ്ടി കൊടുക്കുന്ന സഹായങ്ങൾ. സുഗന്ധവ്യഞ്ജനങ്ങൾ കർഷകരിൽ തന്നെ എടുത്തുകൊണ്ട് അവൻ അനുദിന ജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഭക്ഷ്യവസ്തുക്കളിൽ ഇത് തന്നെ ഉപയോഗിച്ചുകൊണ്ട് അവനെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റിക്കൊണ്ട് അവനെ അത് ഉപയോഗിക്കാൻ വേണ്ടി പഠിപ്പിക്കുകയും അതിന് മാർക്കറ്റ് ഉള്ളതിനേക്കാളും കർഷകൻ്റെ ഉൽപ്പന്നങ്ങൾക്ക് വില കൊടുത്തുകൊണ്ട് തന്നെയാണ് ബയോ മൗണ്ടൻ ഫാർമേഴ്സ് കമ്പനി അവരിൽ ഈ സാധനങ്ങൾ സംഭരിക്കുക ചെയ്തുകൊണ്ടിരിക്കുക. മലയോര കർഷകർ മണ്ണിൽ പൊന്നു വിളയിക്കുന്നവരാണ്. ഇവർ വിഷം തീണ്ടാത്ത ജൈവ കാർഷിക ഉൽപ്പന്നങ്ങൾ വിളയിച്ചെടുക്കുന്നു. മണ്ണിന്റെ ഫലഭൂയിഷ്ഠത നശിപ്പിക്കാതെ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ ബയോ മൗണ്ടൻ പരമാവധി നല്ല വില നൽകി ഇടത്തട്ടുകാരില്ലാതെ സംഭരിക്കുന്നു. ഇത് കണ്ണൂർ ജില്ലയിലെ മലയോരത്തിന്റെ ഹരിതകാന്തി. കാപ്പിമലയെന്ന ഈയൊരു ദേശത്തെ മികച്ച കർഷകനാണ് ജോയി പടിമറ്റം. കുരുമുളക്, കാപ്പി, കൊക്കോ, ജാതി, റബ്ബർ തുടങ്ങിയവയുടെ സമ്മിശ്ര കൃഷിയിടം. റബ്ബർ മരത്തിലാണ് കുരുമുളക് വള്ളികൾ പടർത്തിയിട്ടുള്ളത്. അതിനിടയിൽ കാപ്പി കൃഷി. 7 ഏക്കർ കൃഷിയിടത്തിൽ നിന്നും മികച്ച വരുമാനം നേടാൻ ഇദ്ദേഹത്തിന് കഴിയുന്നു. ബയോ മൗണ്ടൻ FPOയിലെ ഷെയർ ഹോൾഡറാണ് ജോയി പടിമറ്റം. ഒരു 7 ഏക്കർ സ്ഥലമാണ് ഞാൻ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലെല്ലാവിധ കൃഷിയും സമ്മിശ്രിതമായുള്ള കൃഷിയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ആദായം കിട്ടാൻ തുടങ്ങിയപ്പോൾ പല ഉൽപ്പാദന സാധനങ്ങൾക്കും ന്യായമായ വില കിട്ടാത്തൊരവസ്ഥയാണുള്ളത്. അപ്പോൾ ഈ ബയോ മൗണ്ടൻ പോലുള്ള കമ്പനികൾ, ഇപ്പോൾ ഞാനും അതിനകത്തൊരു മെമ്പറാണ്. കർഷകർക്ക്, ഞങ്ങളെപ്പോലുള്ള കർഷകർക്ക് അധികം അതിൻ്റെ വരുമാനം ഉണ്ടാകാനുള്ള പ്രവർത്തനം വളരെ ശ്ലാഘനീയമാണ്. ഏലക്കായുടെ മികച്ച ഇനങ്ങളും കാപ്പിമലയിലുണ്ട്. ജാതിയുടെയും കുരുമുളകിൻ്റെയും കാപ്പിയുടെയും എല്ലാം വിളവെടുപ്പ് കഴിയുമ്പോൾ കർഷകർ ഉൽപ്പന്നങ്ങൾ ബയോ മൗണ്ടനിൽ എത്തിക്കുന്നു. വിപണി വിലയേക്കാളും മികച്ച വില കർഷകർക്ക് ലഭിക്കുന്നു. തുടിയൊട്ടെ മികച്ച കർഷകരിൽ ഒരാളാണ് ബിജു തോമസ് കല്ലുമാക്കൽ. 1500ഓളം നേന്ത്രവാഴകളാണ് ഇദ്ദേഹവും ഇദ്ദേഹത്തിന്റെ സുഹൃത്തും ചേർന്ന് കൃഷി ചെയ്തിരിക്കുന്നത്. ഇതൊരു 1500ഓളം വാഴയുണ്ട്. ഞാനും എൻ്റെ സുഹൃത്ത് ജോസുകുട്ടിയും കൂടിയാണ് ഇത് കൃഷി ചെയ്യുന്നത്. ബയോ മൗണ്ടൻ്റെ ഒരു ഷെയർ ഹോൾഡറും കൂടിയാണ് ഞാൻ. ഞങ്ങൾ ഈ പ്രോഡക്റ്റുകൾ അവിടെ കൊടുക്കുകയും നല്ലൊരു വില കിട്ടുകയും ചെയ്യാറുണ്ട്. ഇതിൻ്റെ കൂടാതെ ഇഞ്ചി കൃഷിയുണ്ട്. അതും ബയോ മൗണ്ടൻ്റെ മാർക്കറ്റിലാണ് നമ്മൾ കൊടുക്കാറുള്ളത്. വാഴകൾക്കിടയിൽ ഇഞ്ചിയും കൃഷി ചെയ്തിട്ടുണ്ട്. ഇവയെല്ലാം ബയോ മൗണ്ടനിൽ എത്തുമ്പോൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാകുന്നു. അതിരൂപതാ കേന്ദ്രത്തിലെ വൈദികരും പ്രതിനിധികളും ഗ്രാമങ്ങളിൽ ചെന്ന് കർഷകരെ ബോധവൽക്കരിച്ച് ബയോ മൗണ്ടന്റെ പുതിയ യൂണിറ്റുകൾ രൂപീകരിക്കുന്നു. തുടർന്ന് കർഷക കൂട്ടായ്മകൾ രൂപീകരിക്കുന്നു. കർഷക സെമിനാറുകൾ സംഘടിപ്പിക്കുന്നു. ബയോ മൗണ്ടൻ ചെമ്പേരി യൂണിറ്റിന്റെ കാർഷിക സെമിനാറാണിത്. ഇത്തരം സെമിനാറുകളിൽ കാർഷിക രംഗത്തെ പ്രഗത്ഭ ക്ലാസുകൾ എടുക്കുന്നു. കർഷകരുടെ ചോദ്യങ്ങൾക്ക്, വേറിട്ട സംശയങ്ങൾക്ക് അവർ മറുപടി നൽകുന്നു.
FPO അല്ലെങ്കിൽ FPC ഫാമർ പ്രൊഡ്യൂസർ കമ്പനി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വിഭാവനം ചെയ്തിട്ടുള്ളൊരു കർഷകരെ സഹായിക്കുന്നതിനുള്ളൊരു പദ്ധതിയാണ്. ഇതിനകത്ത് സർക്കാരിൻ്റെ പരിമിതികളെ മറികടന്നുകൊണ്ട് കർഷകർക്ക് ഒരു കൂട്ടായ്മ ഉണ്ടാക്കി കർഷകരുടെ ഉൽപ്പന്നങ്ങൾ മികച്ച വിലയ്ക്ക് സംഭരിക്കുന്നതിനും ഉൽപ്പന്നം ഒരു തരി പോലും വേസ്റ്റാക്കാതെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി അതിൻ്റെ ലാഭമുണ്ടാക്കി ആ ലാഭം കൂടെ കർഷകർ വീതിച്ചെടുക്കുന്ന ഒരു കൺസെപ്റ്റാണ് ഫാമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഫാമർ പ്രൊഡ്യൂസർ കമ്പനി. നിലവിൽ നമ്മുടെ പ്രവർത്തനം വളരെ മാതൃകാപരമായിട്ടും വളരെ മികച്ച രീതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. സുഗന്ധവ്യഞ്ജനങ്ങൾ ഏറ്റവും അധികം ഉൽപ്പാദിപ്പിക്കുന്നത് മലയോര കർഷകരാണ്. ഈ സുഗന്ധവ്യഞ്ജനങ്ങൾ വിദേശികളെ പോലും മോഹിപ്പിച്ചു. ഡച്ചുകാരുടെയും പോർച്ചുഗീസുകാരുടെയും ഇംഗ്ലീഷുകാരുടെയും വ്യാപാര കുത്തകയ്ക്ക് കീഴിൽ കടൽ കടന്നുപോയ സുഗന്ധവ്യഞ്ജനങ്ങൾ നിറച്ച കപ്പലുകൾ എത്രയെത്ര. അതെല്ലാം കർഷകരെ കൊടിയ ദാരിദ്ര്യത്തിലേക്കും കഷ്ടപ്പാടുകളിലേക്കും നയിച്ചു. കാലം മാറിയപ്പോൾ കർഷകർ പുതിയ കാർഷിക സംസ്കൃതികൾ ഉണ്ടാക്കി. അതിനൊപ്പം ചേർന്ന് നിന്ന് കർഷകർക്ക് കരുത്തും താങ്ങുമായി. ആധുനിക കൃഷിരീതികളുണ്ട്. AI സംവിധാനത്തോട് കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്ന സംവിധാനങ്ങൾ, കൃഷി വകുപ്പിൻ്റെ നേതൃത്വത്തിലുള്ള പുതിയ കൃഷിരീതികൾ, അങ്ങനെയുള്ള കൃഷിരീതികളും കാര്യങ്ങളൊക്കെ കർഷകനെ പഠിപ്പിച്ചുകൊണ്ട് കൃഷിയെ ലാഭത്തിലും ആയാസകരമാക്കി മാറ്റുവാനും അതോടൊപ്പം തന്നെ കൂടുതൽ നല്ല വിളവ് ഉൽപ്പാദിപ്പിക്കുവാനും സംരംഭങ്ങളിലേക്ക് കൊണ്ടുവരുവാനും കർഷകനെ പ്രോത്സാഹിപ്പിക്കുക ചെയ്യുന്ന വഴി ബയോമൗണ്ടൻ ഫാർമേഴ്സ് പ്രൊഡ്യൂസ് കമ്പനി പുതിയ തലമുറയ്ക്ക് അല്ലെങ്കിൽ വളരുന്ന തലമുറകൾക്ക് കൃഷിയെക്കുറിച്ചുള്ള പുത്തൻ ഉണർവുകളും അറിവുകളും പകർന്നു കൊടുക്കാനാണ് കമ്പനി ശ്രമിച്ചുകൊണ്ടിരിക്കുക. പുതിയ സംരംഭകരെ സൃഷ്ടിക്കുക, അങ്ങനെ രാജ്യത്ത് ഉണ്ടാക്കുന്ന സാമ്പത്തിക വളർച്ചയ്ക്ക് സഹായിക്കുകയും നമ്മുടെ രാജ്യത്ത് ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളെ മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കാനായിട്ടും ഉള്ള സംവിധാനങ്ങളിലേക്ക് കർഷകനെ മാറ്റാനും ഉള്ള പ്രവർത്തനങ്ങളും ബയോമൗണ്ടൻ ഫാർമേഴ്സ് പ്രൊഡ്യൂസ് കമ്പനി സർക്കാരിൻ്റെ നിലവിലുള്ള സംവിധാനങ്ങൾ ചേർന്ന് ചെയ്യുന്നുമുണ്ട്. അപ്പം ഇങ്ങനെ ആകുമ്പോൾ കർഷകരുടെ ഇന്നത്തെ പ്രവൃത്തികളെ നമുക്ക് കൂടുതൽ ലാഭത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും. ഒരു കാലത്ത് കൊടുങ്കാടായിരുന്നു ഇക്കാണുന്ന മലയോരമെല്ലാം. കഷ്ടപ്പാടിൻ്റെയും യാതനയുടെയും ഭാണ്ഡം മുറുക്കി ഇവിടെ എത്തിയ കർഷകർ ഘട്ടം ഘട്ടമായി കൃഷിയിടങ്ങളാക്കി, പുതിയ ആവാസ വ്യവസ്ഥയുണ്ടാക്കി, പ്രാർത്ഥനാലയങ്ങളുണ്ടാക്കി. ഇവിടെ ഓർമ്മകൾ ചരിത്രമായുണ്ട്. 97-ാം വയസ്സിലും മാപ്പിളശ്ശേരിയിലെ മറിയാമ്മച്ചടത്തേക്ക് കുടിയേറ്റ നാളിലെ ചില ഓർമ്മകളുണ്ട്. അന്നൊക്കെ ഇവിടെ എല്ലാം കാറും ഒരു വെളിച്ചമൊന്നുമില്ല, ആൾക്കാരൊന്നുമില്ല. നമ്മളൊക്കെ 1-2 വെട്ടുകാരെ ഉള്ളവർ നമ്മൾ അങ്ങനെ 90 വെട്ടുകാർ, അല്ലാതെ ആളും പേരൊന്നുമില്ല. അതിപ്പൻ്റെ ഇപ്പം എല്ലാവരും നിരത്തി പിറവെക്കാനും താമസം തുടങ്ങിയത്. വേറെ ഇല്ല, പൊനം വെട്ടി തെളിക്കുന്ന പോലെ വെട്ടി തെളിച്ചിട്ട് എടുത്തിട്ടാണ് ഓരോരുത്തർ കൃഷി ചെയ്യുന്നത്. കപ്പ ഇഷ്ടം പോലെ, ചേമ്പ, കപ്പ, കാച്ചില് എല്ലാ സാധനവും നട്ടുപിടിപ്പിക്കും നമ്മൾ തിന്നും. നെടുമ്പുറം ചാലിലെ പൗലോസ് കിഴക്കേക്കര തനിക്ക് കിട്ടിയ 1 ഏക്കർ 76 സെന്റ് സ്ഥലത്ത് കൃഷി ചെയ്തുണ്ടാക്കിയ സമ്പാദ്യത്തിലൂടെ സമ്പന്നമായ ഒരു ജീവിതം കെട്ടിപ്പടുത്തു. ഇപ്പോൾ 12 ഏക്കറിലെ കൃഷിയിടത്തിൽ നാണ്യവിളകളും പച്ചക്കറികളും കിഴങ്ങുവർഗ വിളകളും എല്ലാം ഉണ്ട്. FPOയിലെ ഷെയർ ഹോൾഡറാണ് പൗലോസ്. കൃഷി ചെയ്തു. വാഴയും പയറും പച്ചക്കറിയാണ് മെയിനായിട്ടുള്ള ഇന്നും ഉള്ള സംഗതി. അതിൻ്റെ അകത്ത് അധ്വാനിച്ച് രാപ്പകലോട്ട് രാവിലെ എണീച്ച് കഴിഞ്ഞാൽ ഫുൾ വൈകുന്നേരം വരെ ഫുൾ പണിയാണ്. ഉച്ചയ്ക്ക് ചെറിയ ദിവസം മാത്രമേ ഉള്ളൂ. അതുപോലെ അത് കിട്ടുന്നുണ്ട്. എനിക്ക് പണിയെടുത്ത് ജോലി അധ്വാനിച്ചതിൻ്റെ പ്രതിഫലം ഇഷ്ടംപോലെ എനിക്ക് തന്നിട്ടുണ്ട്. FPOയിലെ അംഗങ്ങൾ ഈ ഒരു കൃഷിയിടം സന്ദർശിച്ച് കാർഷിക കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു. ആലക്കോട് ബയോമൗണ്ടൻ കൂട്ടായ്മയിലെ അംഗങ്ങളാണിവർ. എല്ലാവരും മികച്ച കർഷകരാണ്. ഓരോ ഇടത്തും കൃഷി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ ഇവർ പലപ്പോഴും ഒന്നിച്ച് വിളവെടുക്കുന്നു. മഞ്ഞൾ കൃഷിയുണ്ട്, ഇഞ്ചി കൃഷിയുണ്ട്, പല ഭാഗങ്ങളിലായി ചേമ്പ് കൃഷിയുമുണ്ട്. കപ്പ, കുരുമുളക്, ജാതിക്ക തുടങ്ങി സംയോജിത കൃഷിയുടെ കാർഷിക കാഴ്ചകൾ. റബ്ബർ തോട്ടങ്ങളിലും മറ്റുമായി ചിലർക്ക് തേനീച്ച കൃഷിയുണ്ട്.
ടെറസിൽ പച്ചക്കറി കൃഷികളുണ്ട്. എല്ലാ കർഷകരും ചേർന്നുള്ള കാർഷിക പ്രസ്ഥാനമാണ് ബയോ മൗണ്ടൻ. ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനിയിലെ കർഷകരുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ കറി പൗഡർ യൂണിറ്റിൽ എത്തിച്ച് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്നു. ഇതിനായി ആധുനിക ഓട്ടോമേറ്റഡ് സ്പൈസസ് പൗഡർ പ്ലാന്റ് ഉണ്ട്. ഈ പ്ലാന്റുകളിലാണ് മുളക് പൊടി, സാമ്പാർ കൂട്ട്, മല്ലിപ്പൊടി തുടങ്ങി പലയിനം കറി പൗഡറുകൾ ഉണ്ടാക്കുന്നത്. 12ഓളം സുഗന്ധവ്യഞ്ജനങ്ങൾ ചേർത്തുണ്ടാക്കുന്ന രുചിക്കൂട്ടുകൾ, രസനയിൽ സ്വാദിന്റെ വേറിട്ട രസാനുഭൂതി നൽകുന്ന രുചിക്കൂട്ടുകൾ. ബയോ മൗണ്ടനിൽ ഉൽപ്പാദിപ്പിക്കുന്ന കറിക്കൂട്ടുകൾക്കും മസാല പൗഡറുകൾക്കും പ്രാദേശിക വിപണി ഏറെയുണ്ട്. കിളിയന്തറ സെന്റ് മേരീസ് പള്ളി പരിസരത്ത് ബയോ മൗണ്ടന്റെ വിപണന കേന്ദ്രമുണ്ട്. ഞായറാഴ്ചകളിലാണ് ഈ ഒരു വിപണന കേന്ദ്രം സജീവമാകുന്നത്. മുളക് പൊടി, മല്ലിപ്പൊടി, കറി മസാലകൾ, തേയില, തേനടക്കം ബയോ മൗണ്ട് ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനിയുടെ ഉൽപ്പന്നങ്ങളെല്ലാം പ്രാർത്ഥന കഴിഞ്ഞ് പിരിഞ്ഞു പോകുമ്പോൾ ആളുകൾ വാങ്ങുന്നു. ഈ കിളിയന്തര ഇടവകയിൽ ഇങ്ങനെ ഒരു സ്റ്റാൾ തുടങ്ങിയതിൻ്റെ ഉദ്ദേശം ഇടവകയിലെ ആൾക്കാർക്ക് മാത്രമല്ല ഈ സാധനങ്ങൾ എത്തിക്കുക, ഈ പ്രദേശത്തുള്ള നാനാജാതി മതസ്ഥരുടെയും ഭവനങ്ങളിലേക്ക് സാധനങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ്. ശുദ്ധമായ സാധനങ്ങൾ പ്രത്യേകമായ രീതിയിൽ ക്രമീകരിച്ച് ഇവിടെ എത്തിച്ചിരിക്കുന്നത് ഈ ഇടവകയിലെ AKCC അംഗങ്ങളാണ്. കാസർഗോഡ് ജില്ലയിലും കണ്ണൂർ ജില്ലയിലും തേയില കൃഷി ഇല്ലാത്തതിനാൽ അയൽ ജില്ലയായ വയനാട്ടിലെ തേയിലത്തോട്ടങ്ങളിൽ നിന്നും ശുദ്ധമായ തേയില സംഭരിച്ചാണ് ബയോ മൗണ്ടൻ തേയില പാക്ക് ചെയ്ത് വിതരണത്തിന് തയ്യാറാക്കുന്നത്. വിഷരഹിതമായ ഒരു സംസ്കാരം രൂപപ്പെടുത്തുന്നതിന് വേണ്ടി രൂപതയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചിരിക്കുന്ന ഒരു കമ്പനിയാണ് ബയോ മൗണ്ടൻ കമ്പനി. മാർക്കറ്റിൽ കിട്ടുന്ന വിലയിനേക്കാളും കുറച്ചുകൊണ്ടാണ് നമ്മൾ വിൽപ്പന നടത്തിയിരിക്കുന്നത്. പാരസ്പര്യത്തിന്റെ, സഹകരണത്തിന്റെ ജനകീയ കൂട്ടായ്മ ഇവിടെ കാണാം. ഒരു കാർഷിക സെമിനാറോ കർഷകരുടെ കൂട്ടായ്മകൾ സമ്മേളിക്കുകയോ ചെയ്യുമ്പോൾ അവിടെ ബയോ മൗണ്ടന്റെ സുഗന്ധ വ്യഞ്ജനങ്ങളുടെ സുഗന്ധം പരക്കും. അതോടൊപ്പം ബയോ മൗണ്ടന്റെ ഷോപ്പുകളുമുണ്ട്. ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനിയുടെ വളർച്ചയുടെ, ജനകീയതയുടെ വിപണനശാലകൾ. FPOയുടെ ഡയറക്ടർ ബോർഡ് സമ്മേളിച്ചാണ് പ്രവർത്തനങ്ങളെ വിലയിരുത്തുന്നതും ഒപ്പം പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുകയും ചെയ്യുന്നത്. ഡയറക്ടർ ബോർഡിൽ റവറൻഡ് മോൺസിഞ്ഞോർ സെബാസ്റ്റ്യൻ പാലക്കുഴി ചെയർമാനും ഫാദർ ബെന്നി നിരപ്പേൽ മാനേജിംഗ് ഡയറക്ടറുമാണ്. PT ജോസ്, ജോളി അലക്സ്, ഫാദർ ജോസഫ് കാക്കരമഠത്തിൽ, ബിനോയ് മാട്ടേൽ, ഫാദർ മാത്യു ആശാരിപ്പറമ്പിൽ എന്നിവർ ബോർഡ് അംഗങ്ങളുമാണ്. സ്റ്റെഫിൻ മരിയ ഫുഡ് ടെക്നോളജിസ്റ്റാണ്. ഇന്ന് SFACയുടെയും MSMAയുടെയും കേന്ദ്ര ഗവൺമെൻറ് നൽകുന്ന പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്നുള്ള ഇൻട്രസ്റ്റ് സബ്മിഷനൊക്കെ നമുക്ക് കമ്പനിക്ക് ലഭ്യമാക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അത് കമ്പനിയുടെ വളർച്ചയെ തീർച്ചയായിട്ടും വളരെ സഹായകരമാണ്. താനും പുതിയ സംരംഭങ്ങളിലേക്ക് നടക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അരി ഉൽപ്പന്നങ്ങളായ വിവിധ ഉൽപ്പന്നങ്ങൾ, ചക്കയുടെയും കപ്പയുടെയും സംരംഭങ്ങൾ തുടങ്ങാനായി പുതിയ ആലോചനകൾ നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. അതിലേക്ക് മലയോരമേഖലയിലുള്ള വ്യവസായികളായിരിക്കുന്ന പുതിയ സംരംഭകരെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള മീറ്റിങ്ങുകൾ അഭിമന്യ ജോസഫ് പാമ്പ്ലാനി പിതാവിൻ്റെ നേതൃത്വത്തിൽ നമുക്ക് സംഘടിപ്പിക്കാൻ വേണ്ടി സാധിച്ചു. അപ്പോൾ അതുകൊണ്ട് വിദേശികളായിരിക്കുന്ന ആൾക്കാരോട് ഇവിടെ ഇരിക്കുന്ന ആൾക്കാർ സഹായം വാങ്ങിക്കേണ്ട ആവശ്യമില്ല, മറിച്ച് അവർ തന്നെ ഇവിടെ സംരംഭം തുടങ്ങുമ്പോൾ ഇവിടെ പുതിയ തൊഴിൽ സാധ്യതകൾ സൃഷ്ടിക്കാൻ വേണ്ടി സാധിക്കുന്നു. അപ്പോൾ തന്നെ കേരള ഗവൺമെൻറ്റിൻ്റെ സംരംഭത്തോട് ചേർന്നുകൊണ്ട് തലശ്ശേരി അതിരൂപതയോട് സഹകരിച്ചുകൊണ്ട് ഒരു പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ പാർക്ക് കുന്നോത്ത് നമ്മളിവിടെ സ്ഥാപിച്ചിരിക്കുകയാണ്. അതിന് ഡെവലപ്മെൻറ്റ് പെർമിറ്റ് നമുക്ക് സാധ്യമായി ലഭിച്ചു. അതോടൊപ്പം തന്നെ അതിന് വേണ്ടിയിട്ടുള്ള സിംഗിൾ വിൻഡോ ക്ലിയറൻസിനുള്ള ഗവൺമെൻറ്റിൻ്റെ ഗസറ്റ് ഓർഡർ സർക്കാർ ഇറക്കിയിട്ടുണ്ട്. അതുകൊണ്ട് പാർക്കിൽ സർക്കാരിൻ്റെ സഹകരണത്തോടുകൂടി സർക്കാരുടെ കൂടി നമുക്കിവിടെ ചെയ്യുമ്പോൾ റോഡും വെള്ളവും കറണ്ടും
പൊല്യൂഷൻ പ്ലാന്റുകളും ഒക്കെ നമുക്ക് കോമൺ ആയിട്ട് ഇവിടെ സജ്ജീകരിക്കാൻ വേണ്ടി നമുക്ക് സാധിക്കും. അപ്പോൾ ഈ പാർക്കിലേക്കാണ് വിവിധങ്ങളായ സംരംഭങ്ങളുമായി കർഷകരും വ്യവസായികളും ഇന്ന് മുന്നോട്ട് വരാൻ വേണ്ടി തയ്യാറാകുന്നത്. ഇരിട്ടിയിലും പരിസരങ്ങളിലും എവിടെ നോക്കിയാലും വൈവിധ്യമാർന്ന കൃഷി രീതികൾ കാണാം. ഇത് തിപ്പലിച്ചെടികളിൽ കുരുമുളക് വള്ളികൾ ഡ്രാഫ്റ്റ് ചെയ്തുണ്ടാക്കിയ കുരുമുളക് തോട്ടമാണ്. 22 വർഷമായി ഈയൊരു ഗ്രാഫ്റ്റിംഗ് രീതി അവലംബിക്കുന്ന കർഷകനാണ് ചെമ്പേരിയിലെ ജോസ് മങ്കദ്ദാനത്ത്. കുരുമുളകിലെ ദുരിതവാട്ടത്തെ ചെറുക്കാൻ കഴിയുന്ന കുരുമുളക് വള്ളികളാണ് തിപ്പലി ഗ്രാഫ്റ്റ് തൈകൾ. ഇത്തരം കർഷകരെ എല്ലാം ചേർത്ത് പിടിച്ച് കാർഷിക രംഗത്ത് വേറിട്ട ഒരു കാർഷിക കൂട്ടായ്മ സൃഷ്ടിക്കുകയാണ് ബയോ മൗണ്ടൻ. നമുക്കറിയാം, നമ്മുടെ കാസർഗോഡ് അതുപോലെ കണ്ണൂർ മേഖലയിലുള്ള മലയോര മേഖലയിലുള്ള കർഷകർക്ക് ഏറെ ആശ്വാസകരമാകുന്ന രീതിയിൽ അവരുടെ ഉൽപ്പാദിപ്പിക്കുന്ന വിള ഉൽപ്പന്നങ്ങൾ ഈ കമ്പനി നേരിട്ട് വാങ്ങുകയും അതുപോലെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളായി നമ്മുടെ ജനങ്ങളിലേക്ക് തന്നെ എത്തിക്കുക എന്നതാണ് ഈ ഒരു കമ്പനി ഏറ്റെടുത്തിട്ടുള്ളത്. അതിൻ്റെ MD ആയിട്ടുള്ള ബെന്നി നിരപ്പേലച്ഛൻ്റെ ഒക്കെ നേതൃത്വത്തിൽ നല്ലൊരു പ്രവർത്തനമാണ് നമ്മുടെ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കമ്പനി നടത്തുന്നത്. നമ്മുടെ സർക്കാർ സംരംഭകരെ പ്രോത്സാഹിപ്പിച്ച് മുന്നോട്ട് പോകുമ്പം ഇത്തരം വ്യവസായ സംരംഭങ്ങൾ ആരംഭിച്ചത് ഏറെ സന്തോഷം. കൂടാതെ നമ്മുടെ പഞ്ചായത്തിൽ തന്നെ അഭിമാനമായിട്ടുള്ള ഒരു പദ്ധതിയാണ് വന്നിട്ടുള്ളത്. കർഷകരുടെ ഉൽപ്പന്നങ്ങൾ ന്യായമായ വിലയ്ക്ക് സംഭരിച്ചുകൊണ്ട് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി കൃഷിക്കാർക്കും മറ്റുമെല്ലാം ഉപയോഗിക്കുന്ന നിലയിൽ വിതരണം ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന ഒരു സംരംഭമാണ് അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മായമില്ലാത്ത, കലർപ്പില്ലാത്ത ഭക്ഷ്യവസ്തുക്കൾ ഉൾപ്പെടെ ജനങ്ങൾക്ക് എത്തിക്കാൻ പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനം വലിയ പ്രതീക്ഷ നൽകുകയാണ്. സ്പൈസസ് ബോർഡിന്റെ സഹകരണത്തോടുകൂടി സബ്സിഡിയോടെ മികച്ച ഗുണനിലവാരമുള്ള മെഷീനുകൾ വാങ്ങിയാണ് ഇവിടെ സുഗന്ധവ്യഞ്ജനങ്ങൾ പൊടിക്കുന്നത്. മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ തയ്യാറാക്കുമ്പോൾ അവ ഓരോന്നും പരിശോധിക്കാൻ ഫുഡ് ടെക്നോളജിസ്റ്റ് ഉണ്ട്. അതോടൊപ്പം ഓരോ കാര്യത്തിലും ഫാദർ ബെന്നി നിരപ്പേലിന്റെ മേൽനോട്ടവും നിർദ്ദേശങ്ങളുമുണ്ട്. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട് ജില്ലകളിൽ FPOയുടെ ഉൽപ്പന്നങ്ങൾ നേരിട്ട് കമ്പനി വിപണനം ചെയ്യുന്നു. ബയോ മൗണ്ടന്റെ മലയോരത്തിന്റെ കറിക്കൂട്ടുകൾ അടുക്കളയിലേക്ക് എത്തുമ്പോൾ സ്വാദിന്റെ സുഗന്ധം പരക്കുന്നു. ഇനി ഈ കറിക്കൂട്ടുകളുടെ സുഗന്ധം കടൽ കടന്ന് വിദേശങ്ങളിലേക്ക് പരക്കും. മക്കൾക്കും കൊച്ചുമക്കൾക്കുമെല്ലാം വിദേശങ്ങളിലേക്ക് കൊടുത്തുവിടാൻ ബയോ മൗണ്ടൻ ഉൽപ്പന്നങ്ങൾ സൺഡേ മാർക്കറ്റുകളിൽ നിന്ന് വാങ്ങുന്ന കാഴ്ചകൾ കാണാം. ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി എന്ന കാർഷിക കൂട്ടായ്മ കർഷകരെ മാത്രമല്ല എല്ലാവരെയും സസ്നേഹം ചേർത്ത് പിടിക്കുന്നു. കർഷകരുടെ പാരസ്പര്യത്തിലൂന്നിയ പ്രവർത്തന മികവ് സാധ്യമാകുമ്പോൾ ബയോ മൗണ്ടൻ തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി പിതാവ് പറയുന്ന ആ ലക്ഷ്യത്തിലെത്തും. ഒരു 50,000 കർഷകരുടെ ഒരു കൂട്ടായ്മയായി ഈ ബയോ മൗണ്ടൻ ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനിയെ വളർത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഞങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ വസ്തുക്കളെയും മൂല്യവർദ്ധിത വസ്തുക്കളാക്കി മാറ്റുക, അതിലൂടെ കർഷകനെ സ്വയം പര്യാപ്തനാക്കുക. ഇതാണ് ഞങ്ങളുടെ ആത്യന്തികമായ ലക്ഷ്യമെന്ന് പറയുന്നത്. 10 ഏക്കർ സ്ഥലം അതിനുവേണ്ടി രൂപത വിട്ടു നൽകുകയുണ്ടായി. ഈ 10 ഏക്കർ സ്ഥലത്ത് ഈ ബയോ മൗണ്ടൻ കമ്പനിയുടെ മാത്രമല്ല, ഈ പ്രദേശത്തെ കർഷക സംരംഭങ്ങൾക്ക് വേണ്ടി വരുന്ന എല്ലാവർക്കും അവസരമൊരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ്. അത് ഈ പ്രദേശത്തിൻ്റെ മുഴുവനും വളർച്ചയ്ക്കും കർഷകരുടെ സമുദ്ധാരണത്തിനും നിമിത്തമാകും എന്നാണ് ഞങ്ങളുടെ ഉറച്ച വിശ്വാസം. കർഷക കൂട്ടായ്മയിലൂടെയാണ് കർഷകരുടെ രക്ഷ എന്ന് തിരിച്ചറിയുവാൻ ഈ സംരംഭത്തിലൂടെ ഞങ്ങൾക്കെല്ലാവർക്കും കഴിയുന്നു എന്നുള്ളതാണ് ഏറ്റവും ഭാവാത്മകമായ കാര്യം.